നാം ഇന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് അണമുറിയാതെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന 7 പ്രവർത്തനങ്ങളെ കുറിച്ചാണ്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് വിശദമായി പരിശോധിച്ച് നോക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. എൻ്റെ ഏറ്റവും സ്നേഹം നിറഞ്ഞ ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് സംഭവിച്ചു പോകുന്ന തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹു പുറത്ത് മാഫാക്കി നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ഇന്ന് പരിശോധിക്കാൻ പോകുന്നത് നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് അണമുറിയാതെ പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന 7 പ്രവർത്തനങ്ങളുണ്ട്. അവ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, സബഉൻ യജ്രി ലിൽ അബ്ദി അജ്റുഹുന്ന വഹുവ ഫീ ഖബ്രിഹി ബഅദൽ മൗതി. നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം എത്തിക്കൊണ്ടിരിക്കുന്ന 7 കാര്യങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യമായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, മൻ അല്ലമ ഇൽമൻ, ഒരാൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, ഇപ്പോ നമുക്കൊക്കെ അക്ഷരം പറഞ്ഞു തന്ന ഉസ്താദുമാർ, നമുക്ക് ഖുർആൻ പഠിപ്പിച്ചു തന്ന ഉസ്താദുമാർ, അവരൊക്കെ ചിലപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ടാകാം. ചില ഉസ്താദുമാർ ജീവിച്ചിരിക്കുന്നുണ്ടാകാം. അപ്പോൾ നാം ആ ഉസ്താദുമാർ പഠിപ്പിച്ചു തന്നതനുസരിച്ച് നാം എത്ര കാലം ഖുർആൻ പാരായണം ചെയ്യുന്നോ, ഖുർആൻ ഓതുന്നോ, അതിന്റെ ഒക്കെ പ്രതിഫലം ആ ഉസ്താദുമാരുടെ ഖബറിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് ഒരാൾക്ക് ഇൽമു പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. നമ്മുടെ മരണശേഷവും നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം അണമുറിയാതെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു. അള്ളാഹു നമ്മയൊക്കെ നല്ല ഉഖ്റവിയായ ആലിമീങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. രണ്ടാമതായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, ഔ അജറ നെഹ്റൻ, ഒരു പുഴ വെട്ടിക്കൊടുക്കുക. അതായത് ഒരു തോട് കീറാനുള്ള, ഒരു തോട് നിർമ്മിക്കാനൊക്കെയുള്ള സ്ഥലം വിട്ടുകൊടുക്കുക, അല്ലെങ്കിൽ അത് നിർമ്മിച്ചു കൊടുക്കുക. ഒരു പുഴ ഒഴുകുന്നത് തടസ്സം നിൽക്കുകയാണെങ്കിൽ അതിന്റെ ആ തടസ്സം മാറ്റിക്കൊടുക്കുക. അതുപോലെയുള്ള നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്താൽ അതും നമ്മുടെ ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ ഒരു തോട് വെട്ടാനൊക്കെ നമ്മൾ സ്ഥലം കൊടുത്താൽ ആ തോട് എത്ര കാലം അതിലൂടെ ഒഴുകുന്നോ, അതിൽ നിന്ന് ആളുകൾ വെള്ളം കുടിക്കുന്നോ, വെള്ളം ഉപയോഗിക്കുന്നോ, അതിന്റെയൊക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അതുപോലെ അടുത്തതായിട്ട് മൂന്നാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഹഫറ ബിഅറൻ, ഒരു കിണർ കുഴിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടിൽ ഒരു കിണർ കുഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് എത്ര കാലം ആളുകൾ വെള്ളം കോരി കുടിക്കുന്നുവോ അതിന്റെയൊക്കെ പ്രതിഫലം നമ്മൾ മരണപ്പെട്ടു പോയാലും നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. ഒരു ജലസ്രോതസ്സൊക്കെ നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അതിൽ നിന്ന് മനുഷ്യരല്ല, പക്ഷികളും മറ്റു മൃഗങ്ങളൊക്കെ വെള്ളം കുടിക്കുകയും അതിൽ നിന്ന് അവർ കുളിക്കുകയും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുകയും ചെയ്താൽ അതിന്റെയൊക്കെ പ്രതിഫലം നമ്മൾ മരണപ്പെട്ടാലും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അതുകൊണ്ട് നല്ല ജലസ്രോതസ്സുകളൊക്കെ നമ്മുടെ നാട്ടിൽ നിർമ്മിച്ചു കൊടുക്കണം, സംഭരണികൾ നിർമ്മിച്ചു കൊടുക്കണം. ഈ ചൂടുള്ള കാലത്ത് പക്ഷികൾക്കും കിളികൾക്കും മറ്റു മൃഗങ്ങൾക്കൊക്കെ വേണ്ടി വെള്ളവും തണ്ണീർ കുടങ്ങളൊക്കെ നിർമ്മിച്ചു കൊടുക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് നാലാമതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഖറസ നഖലൻ, ഒരു ഈത്തപ്പന നട്ടാൽ, അതായത് ഒരു മരം നടുക. നമ്മുടെ നാട്ടിൽ ഒരു മരം വെച്ച് പിടിപ്പിച്ചു കൊടുത്താൽ ആ മരത്തിൽ നിന്ന് ആരൊക്കെ അതിൽ നിന്ന് പഴങ്ങൾ ഭക്ഷിക്കുന്നോ, മനുഷ്യർ ഭക്ഷിച്ചാൽ അല്ലെങ്കിൽ പക്ഷികൾ ഭക്ഷിച്ചാൽ മറ്റു മൃഗങ്ങളൊക്കെ ഭക്ഷിച്ചാൽ അതിന്റെയൊക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാലും നമ്മുടെ മരണത്തിന് ശേഷം നമ്മുടെ ഖബറിലേക്ക് അതിന്റെ പ്രതിഫലം ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. നമ്മുടെ റോഡ് സൈഡിൽ ഒരു മരം വെച്ച് പിടിപ്പിച്ചു, ആ മരം വളർന്നു വലുതായി അതിൽ നിന്ന് അതിന്റെ ചുവട്ടിൽ വന്നുകൊണ്ട് ആരൊക്കെ തണൽ കൊണ്ടു, അതിന്റെ ചോട്ടിൽ വന്നുകൊണ്ട് വെയിൽ നിന്ന് സംരക്ഷണമേകാൻ, വെയിൽ നിന്ന് കടുത്ത ചൂടിൽ നിന്ന് സംരക്ഷണം ലഭിക്കാൻ വേണ്ടി ആ മരച്ചുവട്ടിൽ വന്നു നിന്നുകൊണ്ട് തണൽ കൊണ്ടാൽ പോലും അതിന്റെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുമെന്നാണ്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുപോലെ ഒരു മരം നിർമ്മിച്ചു കൊടുക്കുക എന്ന് പറഞ്ഞാൽ, മരം വെച്ച് പിടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്, വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. അതിൽ നിന്ന് മനുഷ്യർ ഭക്ഷിച്ചാൽ മനുഷ്യർ തണൽ കൊണ്ടാൽ, പക്ഷികൾ ഭക്ഷിച്ചാൽ പക്ഷികൾ തണൽ കൊണ്ടാൽ, അതുപോലെ തന്നെ പക്ഷികൾ അതിൽ കൂടുകൾ നിർമ്മിച്ചുകൊണ്ട് അതിൽ താമസിച്ചാൽ അതിന്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ നാടിന്റെ ഈ കാലാവസ്ഥ ഇങ്ങനെ വ്യതിയാനം സംഭവിക്കാനൊക്കെ കാരണം മരങ്ങളൊക്കെ ഇല്ലാതായത് കൊണ്ടാണ്.
നമ്മുടെ നാട്ടിലെ കാടുകളും കണ്ടൽ കാടുകളൊക്കെ ഇല്ലാതാവുന്നത് കൊണ്ടാണ്. നമ്മുടെ നാട്ടിൽ കാലാവസ്ഥ വ്യതിയാനം സംഭവിച്ചുകൊണ്ട് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടും മറ്റു പ്രയാസങ്ങൾ വരാൻ കാരണം. അതുകൊണ്ട് മരങ്ങൾ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് നമ്മുടെ കാലാവസ്ഥയെ സന്തുലിതമായി നിലനിർത്താൻ, പിടിച്ചു നിർത്താൻ അതിനുവേണ്ടി മരങ്ങൾ വെച്ച് പിടിപ്പിക്കണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അടുത്തതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ബനാ മസ്ജിദൻ, ഒരു പള്ളി നിർമ്മിച്ചു കൊടുത്താൽ, പള്ളി നിർമ്മിക്കുമ്പോൾ അതിന്റെ പ്രതിഫലവും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന പ്രതിഫലമാണ്. നമ്മൾ ശ്രദ്ധിക്കുക, നമ്മളൊരു പള്ളി നിർമ്മിച്ചു കൊടുത്തു, നമ്മുടെ മരണശേഷം ആളുകൾ അതിൽ നിന്ന് വന്നുകൊണ്ട് നിസ്കരിച്ചു, ഇബാദത്തുകൾ ചെയ്തു, ഖുർആൻ പാരായണം ചെയ്തു, അതിന്റെയൊക്കെ പ്രതിഫലം, അവർ ചെയ്തതുപോലെയുള്ള പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് എത്തുമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, പള്ളിയൊക്കെ നിർമ്മിച്ചു കൊടുക്കുക. അതിന് മുഴുവനായിട്ട് നിർമ്മിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും പള്ളിക്ക് അതിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഹബീബായ തങ്ങൾ പറയുന്നു, വറസ മുസ്ഹഫൻ, ഒരു മുസ്ഹഫ് അനന്തരമായി കൊടുക്കുക. അതായത് ഒരു മുസ്ഹഫ് ഒരാൾക്ക് കൊടുത്താൽ അത് വെച്ചുകൊണ്ട് എത്ര കാലം ഖുർആൻ ഓതിയാലും അതിന്റെയൊക്കെ പ്രതിഫലം നമുക്ക് കിട്ടുകയില്ലേ? നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ടൊക്കെ പുസ്തകങ്ങളൊക്കെ കൊടുത്താൽ, മദ്രസ പഠനത്തിന് വേണ്ടി പുസ്തകങ്ങളും ഖുർആനൊക്കെ വാങ്ങിച്ച് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്താൽ ആ കുട്ടികൾ പഠിച്ചാൽ അതിന്റെ പ്രതിഫലം കിട്ടും. അതുപോലെ തന്നെ അവർ ഭാവിയിൽ ആ പഠിച്ചതനുസരിച്ച് പ്രവർത്തിച്ചാൽ അതിന്റെ ഒക്കെ പ്രതിഫലം നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അടുത്തതായിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തറക വലദൻ യസ്തഗ്ഫിറു ലഹു ബഅദൽ മൗതി, നമ്മുടെ മരണശേഷവും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന ഒരു മകൻ അവശേഷിക്കുക എന്നത് അതും നമ്മുടെ ഖബറിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്ന പ്രതിഫലമാണ്. അങ്ങനത്തെ നല്ല മക്കളെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. നമ്മൾ മരണപ്പെട്ടാലും നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്ന, നമുക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചൊല്ലുന്ന, നമുക്ക് വേണ്ടി പാപമോചനം ചോദിക്കുന്ന നല്ല മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? വാർത്തെടുക്കണം. നമ്മുടെ മക്കളെ തോന്നിയതുപോലെ പഠിപ്പിച്ച് ഒരു ദീനില്ലാത്ത മക്കളാക്കി മാറ്റാൻ പാടില്ല. വെറും ഭൗതികത്തിന് വേണ്ടി മാത്രം മതപഠനത്തെ ഒരു സൈഡാക്കി മതപഠനത്തെ തന്നെ ഒഴിവാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകരുത്. എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കൾ, മാതാപിതാക്കൾ, അതിന് ഭാവിയിൽ നിങ്ങൾ ഖേദിക്കേണ്ടി വരും. അതിന്റെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ നമ്മൾ തന്നെ ഏറ്റുവാങ്ങേണ്ടി വരും. നമ്മളെ തന്നെ പുറംകാല് കൊണ്ട് തട്ടിത്തെറിപ്പിക്കവർ വൃദ്ധസദനത്തിൽ കൊണ്ടാക്കും. കാരണം അവർക്ക് ദീനില്ല, ധാർമ്മികമായ വിദ്യാഭ്യാസമില്ല. ഏതൊരാളും ധാർമ്മികമായ വിദ്യാഭ്യാസം കിട്ടുമ്പോഴാണ് അവന്റെ ഉമ്മയെ നോക്കണം, മാതാപിതാക്കളെ സംരക്ഷിക്കണം, സമൂഹത്തോട് കുറച്ച് ധാർമ്മികമായ ഉത്തരവാദിത്തങ്ങളുണ്ട്, ആളുകളോട് ബഹുമാനിക്കണം, നല്ല നിലയിൽ സംസാരിക്കണം എന്നൊക്കെ പഠിപ്പിച്ച് ഒരു ധാർമ്മികമായ അദബുള്ള നല്ലൊരു മോനാക്കി മാറ്റുന്നത് മദ്രസ വിദ്യാഭ്യാസവും മതവിദ്യാഭ്യാസവുമാണ്. അതുകൊണ്ട് മതവിദ്യാഭ്യാസത്തെ പാഠം ഉന്മൂലനം ചെയ്തുകൊണ്ട് വെറും ഭൗതിക വിദ്യാഭ്യാസത്തിന് മാത്രം പ്രാധാന്യം നൽകുമ്പോൾ നമ്മുടെ മക്കൾ വഴിതെറ്റി പോകുമെന്ന് നമ്മൾ ഓർക്കണം. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമുക്ക് വേണ്ടി മരണശേഷം ദുആ ചെയ്യുന്ന നല്ല മക്കളെ വാർത്തെടുക്കുക, ഇവിടെ അവശേഷിക്കുക എന്ന് പറഞ്ഞാൽ ഇത് വലിയ കാര്യമാണ്. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ടല്ലോ, നമ്മുടെ സ്വർഗത്തിലെ ദറജ ഉയർത്താൻ, നമുക്ക് നരകമോചനം ലഭിക്കാനൊക്കെ നമ്മുടെ മക്കളുടെ പ്രാർത്ഥനയാണ് ഏറ്റവും ഉതകുന്നതെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അള്ളാഹു നമുക്കതിന് തൗഫീഖ് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അപ്പൊ ഈ 7 കാര്യങ്ങൾ എല്ലാം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കണം. എല്ലാം കഴിഞ്ഞില്ലെങ്കിലും ഏതെങ്കിലുമൊക്കെ ഒന്നെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രമിക്കണം. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അള്ളാഹു നമ്മൾ പറഞ്ഞതും കേട്ടതുമായ കാര്യങ്ങളൊക്കെ ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. നമ്മെ എല്ലാവരും അള്ളാഹുവിന്റെ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടട്ടെ. ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടെ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.